ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡി ആയിട്ടുള്ള നമ്മൾ കാണുന്നത്. അപ്പോൾ അവരെ ഓരോരുത്തരെയും നമുക്ക് പിന്നെ പതിയെ പരിചയപ്പെടാം. അതിനു മുന്നേ എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് അവർക്ക് ആർക്കും അറിയത്തില്ല. ആദ്യം അതൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. ഏറ്റവും കൂടുതൽ ആരാണോ ആൻസർ പറയുന്നത് അയാളാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, ഒരു ആനയെ എങ്ങനെ ഫ്രിഡ്ജിനകത്ത് 3 ആയിട്ട് കയറ്റാം? പറഞ്ഞു, ആൻസർ പറഞ്ഞു. ആദ്യം ഫ്രിഡ്ജ് തുറക്കണം, ആനയെ കേറ്റണം, എന്നിട്ട് ഫ്രിഡ്ജ് അടയ്ക്കണം. അമ്പട കേമാ സണ്ണി കുട്ട. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതിന്റെ എല്ലാ കണ്ടിന്യൂഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാല്ലേ? അറിയില്ല. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ജിറാഫിനെ എങ്ങനെ 4 ആയിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റാം? ഫ്രിഡ്ജ് തുറക്കണം, ആനയെ പുറത്തിറക്കണം, ജിറാഫിനെ കേറ്റണം, ഫ്രിഡ്ജ് അടയ്ക്കണം. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം. ബലൂൺ. ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം. ഈ ആൻസർ ഒക്കെ കേട്ടിട്ട് ഏകദേശം ആൻസർ പോലെ എനിക്കും തോന്നുന്നുണ്ട്. ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം. ആരും ആൻസർ പറഞ്ഞില്ലല്ലോ. വീട്ടിലൊക്കെ ഉള്ളതാ. ഗ്യാസ് പൊട്ടി ഉപയോഗിക്കുന്നതിന് പിന്നെ പൊട്ടിപ്പോയാലുള്ള ഒരവസ്ഥ. അടിപൊളി. ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിപ്പോകുന്ന ഒരു സാധനം. ടൈം ഔട്ട് ആയി. മുട്ടയാണ് ആൻസർ. ക്വസ്റ്റ്യൻ, ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നത്. ഏത് ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ? നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? എത്രയായി? 5 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് ജോജി അല്ലേ? ജോജിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആരും ഇതുവരെയും വേറെ ആരും ആൻസർ പറഞ്ഞിട്ടില്ല. നീ പറയാം. പ്രതിനിധിയായിട്ട് അങ്ങ് നിർത്തിയേക്കാണല്ലേ? അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ എത്ര ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു? 4. പേരെന്താ? ജോജി. അപ്പോൾ ഇന്നത്തെ ഇൻഷോർട്ടേജ് പ്രോഗ്രാമിൽ മുന്നിട്ട് നിൽക്കുന്നത് ജോജിയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരും. നെക്സ്റ്റ് ഇനി ആര് വരും നമുക്ക് കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 6ാമത്തെ ക്വസ്റ്റ്യൻ, ആനയും ഉറുമ്പും കൂടെ കളിച്ചുകൊണ്ടിരുന്നേ. എന്തോ ഒളിച്ചു കളിയാണ് കളിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ തവണ ഉറുമ്പാണ് ഒളിച്ചു കളിക്കാനുള്ളത്. ഒളിച്ചു കളിക്കത്തില്ലേ നമ്മള്? സാറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ആനയ്ക്ക് മനസ്സിലായി ഉറുമ്പ് അമ്പലത്തിന്റെ അകത്തുണ്ടെന്ന്. അതെങ്ങനെ മനസ്സിലായി? ഉറുമ്പ് പറഞ്ഞിട്ട് പോയി കാണും. ആന കണ്ടു കാണും. അമ്പലത്തിനകത്ത് ആനയ്ക്ക് മനസ്സിലായി. അമ്പലത്തില് സ്വീറ്റ് ഉണ്ടോ? അമ്പലത്തില് സ്വീറ്റ് ചെരുപ്പ് 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 ചെരുപ്പിന്റെ അകത്ത്. ചെരുപ്പിന്റെ അകത്താ? എവിടെ? അതാണ് ആൻസർ. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും.
അതെന്താ വരാത്ത കാര്യം? ആരും തുറന്നിട്ടില്ലല്ലോ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു അമ്മമ്മയ്ക്ക് കാട്ടിനുള്ളിലാണ് അമ്മമ്മ താമസം. അമ്മമ്മയ്ക്ക് ആൻസർ അറിയാല്ലേ? അമ്മമ്മയ്ക്ക് ഒരു 6 കടന്ന് വേണം അപ്പുറത്ത് കടയിൽ പോയി പൊടിപ്പിക്കാൻ, മാവ് അരി പൊടിക്കാൻ പോവുക. അപ്പൊ ഈ കുളത്തിനകത്ത് ഫുള്ള് മുതലയാ. ഈ കുളത്തില് കാവൽ നിൽക്കുന്നത് സിംഹവും. പക്ഷെ അമ്മമ്മ നല്ല അടിപൊളിയായിട്ട് പോയി അരി പൊടിച്ചോണ്ട് വന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്ത്? കുളം മുഴുവനും മുതല. അതിന് കാവലായിട്ട് സിംഹമുണ്ട്. പക്ഷെ അന്ന് അമ്മമ്മ അരി പൊടിക്കാൻ പോയപ്പോ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല. സുഖമായിട്ട് പോയി അരി പൊടിച്ചോണ്ട് വന്നു. കാരണം എന്ത്? അയ്യേ, 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിട്ട് ഇത് അറിയത്തില്ല. ശരിക്കും മനസ്സിലായില്ല. മനസ്സിലായല്ലോ. കാട്ടിനുള്ളിലെ ഒരു അമ്മമ്മയ്ക്ക് അരി പൊടിക്കാൻ പോണം. അപ്പൊ 6 കുളം കടന്ന് വേണം അപ്പുറത്തെ വശത്ത് വേണം പോകാനുള്ളത്. കുളത്തിനകത്ത് ഫുള്ള് മുതല, കാവലായിട്ട് സിംഹമുണ്ട്. അപ്പോൾ എന്നിട്ടും അമ്മമ്മ നല്ല സുഖമായിട്ട് പോയിട്ട് അരി പൊടിച്ചോണ്ട് വന്നു. അന്നൊന്നും സംഭവിച്ചതില്ല, ആരും ഒന്നും ചെയ്തില്ല. കാരണം 6 കുളം അല്ലെങ്കിൽ 6. മുതലയോ അതിനകത്തുണ്ട്, സിംഹം കാവലായിട്ടുണ്ട്. എന്നിട്ട് അമ്മമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. കാരണം ടൈം ഔട്ടായി. കാര്യം എന്തറിയാമോ? എല്ലാരും മീറ്റിംഗിലായിരുന്നു. ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ വെറൈറ്റി ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇറച്ചി ഇല്ലാത്ത മന്തി ഏത്? ഇറച്ചി ഇല്ലാത്ത മന്തി, കുഴിമന്തി. ആൻസറിൽ മന്തി ഉണ്ട്. പറഞ്ഞോ. ഇറച്ചി ഇല്ലാത്ത മന്തി ഏത്? ഇപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ചമ്മന്തി കറക്റ്റ് ആൻസർ. ജോയ് മോൻ. അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8 ക്വസ്റ്റ്യൻ ആയപ്പോഴാണ് പക്ഷെ ജോയിൽ ഉണർന്നത്. അതാണ് പ്രശ്നമായത്. കുറച്ചുകൂടെ മുന്നേ ഉണരണ്ടായിരുന്നു. ഈ ചെരുപ്പ് എവിടെ നിന്ന് കിട്ടി? ചെരുപ്പ് എവിടെ നിന്ന് കിട്ടി? ഒരു പാലത്തിൽ കൂടി നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് പാലം തീർന്ന് 2 പേരും വെള്ളത്തിൽ വീണേ. ആന വെള്ളം കയറാതിരിക്കാൻ തുമ്പിക്കൈ പൊക്കി പിടിച്ചു. ഉടനെ ഉറുമ്പ് കൈ പൊക്കി പിടിച്ചു. എന്തിനായിരിക്കും? ആന തുമ്പിക്കൈ പൊക്കി പിടിച്ച് ഉറുമ്പ് കൈ പൊക്കി പിടിച്ചു. ഇടതേ കൈ പൊക്കി പിടിച്ചു. എന്താ കാരണം? വലത് കൈ അല്ല, ഇടത് കൈ. ആനയും കൂടെ എന്തായിരിക്കും കാരണം? എന്തിനായിരിക്കും ഉറുമ്പ് വലത് കൈ പൊക്കാതെ ഇടത് കൈ തന്നെ പൊക്കിയ കാരണം? വെള്ളത്തിന്റെ അടിയിൽ ആന വലുത് വെള്ളത്തിൽ മുങ്ങി കൈ മാത്രം മുങ്ങിക്കണം. ഉറുമ്പ് വെള്ളത്തിൽ മുങ്ങി കൈ മാത്രം മുങ്ങി. ടൈം ഔട്ട് ആയേ. പറയട്ടെ, ഇടത് കയ്യിൽ വാച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു നനയാതിരിക്കാൻ. ഞാൻ എല്ലാ കാര്യം പറഞ്ഞേപ്പിച്ചിരിക്കുന്നു കേട്ടോ. ബോസിന് സോഡ അറിയണം. ബോസിന്റെ അടുത്ത് മദ്യം തീർന്നു. വേറൊന്നും വിചാരിക്കില്ലേ? അവന്മാരിക്ക് ഇപ്പൊ കപ്പലണ്ടിയും വേണോന്ന് മാമിനോടും തോന്നല്ലേ മക്കളെ? ബില്ല് ഉപയോഗിക്കാൻ പറ്റാത്ത കഴിക്കാൻ പറ്റുന്ന അമ്പ് ഏതാണ്? വില്ലിൽ നമ്മൾ അമ്പ് സാധാരണ ഉപയോഗിക്കുന്നു. അപ്പൊ ആ വില്ലിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കഴിക്കാൻ പറ്റുന്ന അമ്പ്. അമ്പ്
കഴിക്കാൻ പറ്റുന്ന അമ്പ്. അമ്പൽ അവസാനിക്കുന്ന ഒരു ഫുഡ് ആ അതാണ് അമ്പൽ അവസാനിക്കുന്ന കരിമ്പ് നൂഡിൽസ് ചെമ്പ് ക്ലൂ തരാം. ഞങ്ങൾ ഈ സാധനം മറ്റൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അടുക്കളയിലൊക്കെ ഉള്ളതാ. ഗോതമ്പ്. യെസ്. അമ്പട കേമാ സണ്ണി കുട്ട എന്താ പേര്? ഗോഡ്സൺ. ഗോഡ്സൺ. നല്ല പേരേട്ടാ. വീണ്ടും വന്നു ഗോഡിന്റെ സൺ. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു അല്ലേ? ഗോഡ്സൺ പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ വിജയ് ആരാ? നിങ്ങൾ ജയ് വിളിക്കൂ. ഞാൻ ജോജിക്ക് പറയാം, നിങ്ങൾ ജയ് വിളിച്ചോ. ജോജിക്ക് ജോജിക്ക് ജോജിക്ക്. അപ്പോൾ ഇന്നത്തെ എൻജോയ്മെന്റ് പ്രോഗ്രാമിന്റെ വിജയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജോജിയാണ്. അപ്പോൾ ജോജിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ റിപ്പോർട്ടറും ആങ്കറുമായ ഞാൻ തന്നെ നൽകുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? അങ്ങനെയല്ല, നല്ല തമാശയായിട്ട് പോയി, കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയണ ആളാണ്. ജിത്തു ജിത്തു എല്ലാം ജായിലാണ് അല്ലേ? പറഞ്ഞോളൂ അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം, പക്ഷെ അഭിപ്രായം ഒന്നും കേൾക്കാനില്ല. ചേച്ചിയുടെ ആങ്കറിംഗ് പ്രോഗ്രാം നടത്തിക്കുന്നത് അടിപൊളിയായിരുന്നു. താങ്ക് യു. അങ്ങനെ എടുത്തു പറയണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറയൂ. ചേച്ചിന്റെ പേരെന്തോ? അനുശ്രീ. നല്ല പേര്. എന്താടാ ഇത്, രാവിലെ അത് ഒലിപ്പിച്ചു തുടങ്ങിയോ? നല്ല മോന്റെ പേരെന്താ? ജോയൽ. 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 ജോജി. ബ്രിട്ടോ. ബ്രിട്ടോ. നല്ല പേര് കേട്ടോ. അഭിപ്രായം പറഞ്ഞു. തമിഴിൽ പറഞ്ഞത് കുഴപ്പമില്ല, തമിഴ് മതി. ചുമ്മാ മോനെ പറയൂ. അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു. താങ്ക് യു ചേച്ചി. കൊള്ളായിരുന്നു, നന്നായിരുന്നു, നല്ലതായിരുന്നു. അവന്റെ കൊള്ളായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു. ഇൻഷുറൻസ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.